നമ്മൾ പഴമയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? ഇതിന് പറ്റിയൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് കൊല്ലങ്കോട് പൊള്ളാച്ചി പോകുന്ന റോട്ടിൽ കുടിലിടം പറഞ്ഞൊരു സ്ഥലമുണ്ട്. ശരിക്കും പാലക്കാടിൻ്റെ സൗന്ദര്യം വാരിക്കോരി എറിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞങ്ങൾ എവിടെയുള്ളതെന്ന് അറിയോ? പാലക്കാട് കൊല്ലങ്കോട് കുടിൽ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലത്താണുള്ളത്. ഓണമല്ലേ, നിറയെ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നതിന് എല്ലാവരും വരണം കേട്ടോ. എല്ലാവരുടെയും ഫീസ് ഉള്ളതുപോലെ ഇതിനകത്തോട്ട് കയറാനും ചെറിയൊരു ഫീസ് കൊടുക്കണം, 20 രൂപ. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൂ പറിക്കരുത്, അതിനകത്ത് പോകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും ഉണ്ടാവില്ല ഈ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത്, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ചിലവരെല്ലാം ഓരോന്ന് കാണിക്കുന്നുണ്ട്, അത് വേറൊരു വിധം. ഇത് വാവാച്ചി, എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇവരൊക്കെ നമ്മുടെ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യണതെന്ന് അറിയാതെ എല്ലാത്തിലും കയറി മറിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. പണ്ട് പാടത്തൊക്കെ കാവൽ വെക്കാൻ വേണ്ടി ഇതുപോലത്തെയൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ പൈസ കൊടുത്തിട്ട് ആൾക്കാർ ഇവിടെ പോണല്ലേ. പണ്ട് ഇതുപോലെ കാവലിലേക്ക് ഇരുത്തില്ലേ. അപ്പൊ ഇപ്പൊ അത് പൈസ കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു സ്ഥലം സൂപ്പറായിരുന്നു. അതിനൊരു ഡോറുണ്ട്, ആ ഡോർ അടച്ചിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ തുറന്നിട്ട് അതിനകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു പുതിയൊരു സ്ഥലത്തോട്ട്, നമ്മളിങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ട് നമ്മളങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടാവും. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ വാവാച്ചിക്കാണെങ്കിൽ ഈ റീൽസൊക്കെ കണ്ടിട്ടേ അവൾക്ക് വെറൈറ്റി ആയിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിച്ചു. ഞാനാണെങ്കിൽ അതിനൊക്കെ നിന്നും കൊടുത്തു. അവളുടെ ഒരു സന്തോഷമല്ലേ. ഇതെൻ്റെ ചേച്ചിയും ഫാമിലിയും. അപ്പോൾ ഇവർക്ക് കുറച്ച് ഫാമിലി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് നിന്ന് ഒരു കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് പണ്ട് വയലിലൊക്കെ വെള്ളം ഇങ്ങനെ തേവി വിടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നണത്, അറിയില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇതിനൊന്ന് കറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം വാവാച്ചിക്ക്. അങ്ങനെ അത് എൻ്റെ അനിയനും അവളും കൂടെ കുറേ നേരം നിന്ന് കറക്കി. ഇതൊരു ചെറിയൊരു കുളമാണ്, 40 അടി താഴ്ച എന്നൊക്കെ അതിനകത്ത് എഴുതിയതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്തൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് എന്തിനാ, നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് നോക്കാമെന്ന്. എന്നിട്ട് വാവാച്ചിക്ക് മനസ്സമാധാനമേ ഇല്ല അതൊന്ന് കറക്കാണ്ട്. അവൾ വീണ്ടും പോയി ഒന്ന് കറക്കിയിട്ട് വന്നു. അപ്പോഴാണ് അവിടെ ഒരു തോണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഷൂട്ടിനൊക്കെ, കല്യാണ ഷൂട്ടിലൊക്കെ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഈ പാലക്കാട് മെയിനായിട്ടും ഈ സ്ഥലത്തൊക്കെ നിന്നിട്ട് കുറേ കല്യാണ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ കുറച്ച് മഴ പെയ്തിട്ടാണ് തോന്നുന്നു, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. നേരെ ഫോട്ടോ എടുക്കാൻ നേരെ നോക്കാനേ പറ്റുന്നില്ല, കണ്ണിലേക്ക് സൂര്യൻ അടിച്ചിട്ട്. അതാണ് അവൻ അങ്ങനെയൊക്കെ നോക്കുന്നത്. ഇത് കുട്ടൂസ്, ചേച്ചിയുടെ മകനാണ്. അതാണ് ഇപ്പോൾ ചേച്ചി ഇങ്ങനെ കണ്ണിൽ സൂര്യൻ കുത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കാതെ. പക്ഷേ എനിക്ക് ഫോട്ടോ നല്ലത് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ സൂര്യനെയൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ തന്നെ നോക്കിയിട്ട് നിന്നു. നല്ല ഫോട്ടോസ് വേണമെന്നുള്ളതുകൊണ്ട്. പക്ഷെ കുറച്ച് നേരമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് സൂര്യനെ നോക്കാൻ. പിന്നെ നിന്നാൽ ശരിയാവില്ല എന്നിട്ട് ഞാൻ എണീറ്റ് വന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മലയും പാടവും അതിൻ്റെ താഴെയുള്ള ആ തെങ്ങും പനയും അങ്ങനെയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഓരോരോ കുടിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട്. പക്ഷെ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ ചെറിയ ഈ ഇങ്ങനെ അപ്പുറത്ത് കടക്കാനായിട്ട് വരമ്പിൻ്റെ സൈഡിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ, അതൊക്കെ നമ്മൾ പണ്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും ഒരു കുട്ടിക്കാലത്തേക്ക് പോയി. പണ്ടില്ലേ നമ്മളെ ഇതുപോലെ കുടിലൊക്കെ നേരത്തെ താമസിച്ചു. അപ്പോൾ നമുക്ക് പറ്റില്ല, നമുക്ക് വലിയ VIP വേണം, നമുക്ക് വാർത്ത വീട് വേണം, മറ്റേ ഓടിട്ട് വീട് വേണം എന്നായിരുന്നു. ഇപ്പോൾ ഈ പാടത്തിന് നടക്കുമെന്ന് ഇങ്ങനെ ഇരിക്കും, ഒരു സുഖം. ഏട്ടൻ അങ്ങനെ അധികം നടന്നിട്ടൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ വണ്ടിയാണല്ലോ. അപ്പം അങ്ങനെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ക്ഷീണിച്ചു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വയലില്ല കാറ്റും അതൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു പറയണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ട്. നോക്ക്, ഓണവും കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കും തോന്നുന്നു.
പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച സാധനമാണ് ഇതൊക്കെ. ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മിക്ക പഴയ വീടുകളിലും ഈ കമ്പ്രാന്തലുണ്ടാവും. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാറില്ല. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഏട്ടനാണെങ്കിൽ ഈ കുട കണ്ടപ്പോഴേ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ വാവാച്ചി വിടുന്നേ ഇല്ല. കാരണം അവളും ആദ്യമായിട്ട് ഇത് കാണുന്നത്, നേരിട്ട് കാണുന്നത്. രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കി ഒരു നല്ല ഫോട്ടോസ് കിട്ടി. എന്തായാലും നമ്മുടെ കേരളം ഭയങ്കര സുന്ദരമാണ്, പ്രത്യേകിച്ച് പാലക്കാട്. പക്ഷേ ഇതുപോലുള്ള കുറച്ച് പേരുണ്ട്. ഇത് എന്തായാലും അവിടെ എല്ലാവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഇടരുത്, അവിടെയുള്ള ചെടികൾ പറിക്കരുത് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് സമാധാനമേ ഉണ്ടായില്ല. ഒരുവിധം വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കി അവളത് വാങ്ങിയെടുത്തു. എന്നിട്ട് അത് ഫോട്ടോ എടുക്കാനാണെങ്കിലോ അതിന് ഭയങ്കര വെയിറ്റാണ്. അത് മുളയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ, അത് തൂക്കാനും കിട്ടുന്നില്ല. എന്നാലും അതിനെ എങ്ങനെയൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോ എടുക്കണം. അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്നാലും ആ ഡ്രസ്സിൽ ആ ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹരിക്കൊരു സംശയം, എന്നാൽ ഇതെങ്ങാനും കത്തിക്കുമോ? കത്തണതാണോ? ഇനി വെറുതെ ഷോയ്ക്ക് തൂക്കിയിട്ടിരിക്കുകയാണോ? അവൻ കുറേ നേരം എന്തൊക്കെയോ ചെയ്ത് നോക്കണ്ടായിരുന്നു. എന്ത് തന്നെ ചെയ്താലും ആ കുട തരുന്ന ലക്ഷണമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണം, ഞാനും ഫോട്ടോ എടുക്കണമെന്ന്. ഇതിലൊക്കെ പൂവുണ്ടായിരുന്നു കേട്ടാ, ആരൊക്കെയാ വലിച്ചിട്ട് പോയി. കുഴപ്പമില്ലാതെ പോട്ടെ, നീ വാ. എൻ്റെ അനിയനൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. കൊല്ലങ്കോട് ഫോക്കസ് സ്റ്റുഡിയോ എന്നാണ് അവൻ്റെ സ്റ്റുഡിയോൻ്റെ പേര്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി നീ ഇങ്ങനെ നടന്നു വാ, കുറച്ച് വെറൈറ്റി ആയ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു തരാമെന്ന്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഈ ഓണ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാറ്. അത് ഈ ഡ്രസ്സിൻ്റെ കൊടുത്ത് ഈ വയലും ആ മലയും ആ തെങ്ങ് അതിനടുത്ത് സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ അതൊക്കെ മറന്ന് നല്ല ശുദ്ധമായ സന്തോഷം പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് കുറേ ടെൻഷനുള്ള ആളാണ് ഞാനും. അപ്പോൾ ആ ടെൻഷനൊക്കെ മറന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് പുതിയ കാഴ്ചയല്ല. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഈ പാടത്തിൻ്റെ നടുക്കൂടെയൊക്കെയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോവുക. ഈ പാടത്തിൻ്റെ അല്ല, ഞങ്ങളുടെ വീട്ടിനടുത്ത്. അപ്പോൾ ഞങ്ങൾക്കിത് കുറേ കാലത്തിന് ശേഷം ഞങ്ങളിപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, നമ്മൾ ആ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളൊക്കെ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും അത് പിന്നീട് ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലത്തെ പാടത്തുകൂടിയാണ് പോയിട്ടുള്ളത്. ഈ വീഡിയോസൊക്കെ എന്നും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കണം. കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് വെറുതെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊരു വെറും കാഴ്ച മാത്രമായിരിക്കും അവർക്ക്. അല്ലാതെ ചിലപ്പോൾ അവർക്ക് നേരിട്ട് കാണാനുള്ള യോഗം ഉണ്ടോയെന്നും കൂടെ അറിയില്ല. കാരണം മോഡേൺ യുഗമാണല്ലോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും അവർക്ക് ചിലപ്പോൾ അറിയില്ല. ഇനി പഠിക്കാനുള്ള ചില പാഠങ്ങൾ മാത്രമായിരിക്കും. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ പേര് തേക്ക് കൊട്ടാന്ന് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇതിനകത്ത് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒഴിഞ്ഞേ ഇല്ല. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് അത് കാണിച്ചിട്ട് കയറി എല്ലാവർക്കും ഒരു ആഗ്രഹം അതിനകത്തോട്ടൊന്ന് കയറണം. അത് കയറിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നാണ് ഞങ്ങൾ കാത്തു നിന്നിട്ടാണ് ഞങ്ങളതിൽ കയറിയത്. ഇതിനൊന്നും ഫീസൊന്നും ഇല്ല കേട്ടോ. അവിടെ പാടത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടാനൊന്നും കിട്ടണില്ല. അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു പാടത്തു നിന്ന് അടുത്ത പാടത്തിലേക്ക് വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാവിടെയും കറങ്ങി വന്നു. ഞങ്ങൾ പോവാറായി. കുറേ തിരക്കുണ്ടായിരുന്നു. ഓണമല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അധികം ഒന്നും നിന്നില്ല ഞങ്ങൾ. ഇനി അവർക്ക് കോയമ്പത്തൂർ പോകണം ചേച്ചിക്ക്. അപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞ് വെച്ച് ലേറ്റ് ആയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഹരിക്കുള്ളതുപോലെ സംശയം ചേച്ചിക്കുണ്ട്. ഇതെങ്ങാനും വെറുതെ വെച്ചിരിക്കുന്നതാണോ, കത്തിക്കാൻ വെച്ചിരിക്കുന്നതാണോ? അവൾ കുറേ നേരം എന്തൊക്കെയോ ചെയ്ത് നോക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്രണ്ടിൽ വന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം അതിനകത്തോട്ടൊന്ന് കയറണമെന്ന്.
പക്ഷെ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും പോകുമല്ലേ, അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കയറി അതിനകത്ത് നിന്നു. അപ്പോൾ ഹരി ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് തന്നു. അവരോട് ചേച്ചിനോടും പിള്ളേരോടും കയറാൻ പറഞ്ഞപ്പോൾ അവൾക്ക് സാരിയൊക്കെ കൊടുത്ത് ഈ കുട്ടീനെയും കൊണ്ട് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കയറി. അതിനകത്തോട്ട് കയറുമ്പോൾ 4 പേരിൽ കൂടുതൽ കയറരുതെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറിയപ്പോൾ 2 കുട്ടികൾ, വേറെ ആരൊക്കെ 2 കുട്ടികൾ കയറി. അപ്പോൾ ഓൾറെഡി 4 പേരായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും ചേച്ചിയും കയറിയില്ല. പിന്നെ അവർക്ക് പോകാനും സമയമായി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഇറങ്ങി വന്നു. എന്തായാലും പോവല്ലേ, അവസാനമായിട്ട് ഒന്നുകൂടി എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പറ്റുന്നവരെന്തായാലും പാലക്കാടുള്ളവർക്കൊക്കെ പറ്റുമല്ലോ, ഒന്ന് കാണണം. ഈ സമയത്ത് വരണം. ഈ സമയത്ത് വരുമ്പോഴാണ് ഈ പച്ചപ്പോട് കൂടി കാണുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇനി വിളവെടുക്കുന്ന സമയത്ത് വന്നാലും നല്ല ഭംഗിയായിരിക്കും. കാരണം വയലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുമ്പോൾ വേറൊരു കളറായിരിക്കും, ഒരു ഗോൾഡൻ കളറിൽ. അപ്പോൾ അത് കാണാനും ഭംഗിയായിരിക്കും. ഇതിനകത്തോട്ട് പോകുമ്പോൾ ഇവർ ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തല്ലോ. അപ്പം ഞാനും പറഞ്ഞു എനിക്കൊരു ഫോട്ടോ ഇതിനകത്തുനിന്ന് വേണമെന്ന്. അപ്പോഴേക്കും എൻ്റെ കൂടെ പിള്ളേരും കയറി വന്നു. അവർക്ക് അതിനകത്തോട്ട് കയറി കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പോവുമല്ലേ, അപ്പോൾ ഒരു രസം. അവരതിനകത്ത് കുറച്ച് നേരം കളിച്ചു. ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ട് അതിനകത്തുനിന്ന്. ഫോട്ടോ ഒക്കെ ഞങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഫോട്ടോസാണ് കിട്ടിയെന്നുള്ളത്. നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടെ ഒരു സിനിമയില്ലേ, അതിനകത്തോട്ട് ഈ വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, ഇതെൻ്റെ അമ്മാവനാ, കാശ് വാങ്ങിയത് വേറൊരു അമ്മാവനാന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കില്ലേ. അത് ഏതാ സിനിമ എന്നൊന്ന് കമൻ്റ് അടിക്കണേ. കാരണം എനിക്ക് ആ സിനിമ ഓർമ്മയില്ല, അതുകൊണ്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നല്ല ഫ്രഷായ അവിൽ, പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ എന്താ പറയുക, മുള കൊണ്ടുണ്ടാക്കിയത്, കാറ്റടിക്കുന്ന സംഭവമില്ല, അത് കൂട, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് അവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്രഷായിട്ട് കിട്ടുന്നതല്ലേ. മട്ടയിരി, അങ്ങനെയുള്ള കുറേ നാടൻ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ്, ഞങ്ങൾ എടുത്ത ഫോട്ടോസൊക്കെ ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്.